വേട്ടപ്പട്ടിയെ പോലെ അയാൾ എൻ്റെ പിന്നാലെ വരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ജിത്തു. Fucking bastard. അനു സാറേ ദോശ റെഡി. ചേട്ടാ കുറച്ച് ചമ്മന്തി കൂടെ മതി സാറേ. ആ മതി ചേട്ടാ മതി. ഇന്നലെ പച്ചക്കറി ഓർഡർ കൊടുത്ത് സാധനം ഇതുവരെ കിട്ടിയില്ല. നീ അവനോട് അനു ഡോണ്ട് വറി, സാധനം കൊണ്ടുവന്നിട്ടില്ല. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. കുറേ ആയി ഞാൻ ഒഴിഞ്ഞു മാറുന്നു. പുതിയ പെൺകുട്ടികൾ ജോലിക്ക് കയറിയ ബിസിനസ് ട്രിപ്പിൽ അയാൾക്ക് കൂടെ കൂടണം. അതെന്തിനാന്ന് ഞാൻ നിന്നോട് പറയണ്ടല്ലോ. അനു നീ കൂടെ പോയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പാ. ഹോസ്പിറ്റല്, ഫ്ലാറ്റിൻ്റെ EMI, 2 വീലർ ലോൺ, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ജിത്തു. ഇപ്പം ജോലി പോയാൽ ഞാൻ പെടും. വരുന്ന 26-നാ അമ്മയുടെ ചെക്കപ്പ്. അന്ന് തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞത്. കൂടെ പോയില്ലെങ്കിൽ, കൂടെ കിടന്നില്ലെങ്കിൽ, ഒന്നുകിൽ അയാൾക്ക് കിടന്നു കൊടുത്ത് മറ്റുള്ളവരെ പോലെ അയാളെ താങ്ങി ജീവിക്കണം. അല്ലെങ്കിൽ ഇനി ആ മൈരനൊരു പെണ്ണിനെ തൊടാത്ത പോലെ. ജോലി പോകുമെന്ന് ഉറപ്പായപ്പോഴാ ഞാൻ അയാൾക്കൊപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചേ. Anu, I am sure you will get away from this. പോയാലോ? And you were in a deep thought. What's it? ആന് ഈ യാത്രകളോടൊന്നും താല്പര്യമില്ലല്ലേ? ആ എന്തെങ്കിലും പറയൂടോ. ഹലോ ആൻ. ആൻ, ഈ യാത്ര ഒരു പക്ഷേ become an unforgettable moment in your life.
പെൺകുട്ടിയല്ലേ, ഒന്നുമില്ലെങ്കിലും ഒരു ആൺകൊച്ചിന്റെ മൂക്ക് ഇങ്ങനെ ഇടിച്ചു പൊളിക്കാമോ? എന്തൊരു അഹങ്കാരമാണ് ഇവൾക്ക്. സോറി മാഡം, എൻ്റെ മോള് ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് പക്ഷേ ആൺകുട്ടിയെ തല്ലി എന്നുള്ളതല്ല. ആണായാലും പെണ്ണായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആൻറ്റിയോടും ടോമിനോടും മോള് സോറി പറ. Sorry, Andy. Sorry, Tom. I am sorry. I should not have done it. മോൾ എന്തിനാ ഇവനെ തല്ലിയത്? Call me bad. ഇവൻ എന്താ മോളെ വിളിച്ചത്? Bastard. എന്നെ എങ്ങനെ ആരെയും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. Her father is no more. He died. ടോം എന്തിനാ അങ്ങനെ പറഞ്ഞത്? From where are you learning such bad words, Tom? ആൻഡ് സോറി പറഞ്ഞത് കണ്ടില്ലേ? അതുപോലെ മോശമായി പെരുമാറിയതിന് തിരിച്ചവളോട് സോറി പറയൂ. Sorry, Auntie. ഹോ, പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. നീ എന്തിനാടി ആ ചെക്കൻ്റെ മൂക്കിടിച്ച് പൊളിക്കാൻ പോയത്? അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? I am furious that time. മോളെ, ചില സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം കേട്ടോ. Are you saying I should not do that? അങ്ങനെ അമ്മ പറഞ്ഞോ? മോളിപ്പോൾ അവനെ ഇടിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ലെന്ന് മാത്രമല്ല, അവൻ്റെ അമ്മ എത്ര ദേഷ്യത്തിലായിരുന്നു. മോള് സോറി പറഞ്ഞപ്പോഴല്ലേ അവർ സമാധാനപ്പെട്ടത്. ലൈഫിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിയാൽ നമ്മൾ സോറി പറയണം. മോൾക്ക് മനസ്സിലാവണുണ്ടോ? അതുപോലെ അവൻ ബാഡ് വേർഡ്സ് പറയുമ്പോൾ ആദ്യം തന്നെ അവനെ തല്ലാൻ നിൽക്കരുത്. അവനും അതുപോലെ തിരിച്ച് തല്ലിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അവനെന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിലോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഒന്നുകിലും മോള് ടീച്ചറിനോട് പറയണം, അല്ലെങ്കിൽ അമ്മയോട് പറയണം. So, I don't have to do anything, right? അങ്ങനല്ല മോളു. ആരെങ്കിലും മോളുടെ ദേഹത്ത് അനാവശ്യമായി തൊട്ടാൽ, അത് മോൾക്ക് ഉപദ്രവമായി തോന്നിയാൽ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പ്രൈവറ്റ് ബോഡി പാർട്സുകളില്ലേ, അവിടെയൊക്കെ തൊടാനോ പിടിക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ മോളെ പറ്റുന്നത്രയും ശക്തിയിൽ പ്രതികരിക്കണം. പക്ഷെ മോള് ക്ഷമിച്ചാൽ ഒരു കാര്യം അവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ ക്ഷമ കാണിക്കണം. എന്നിട്ട് അമ്മയോടോ ടീച്ചറിനോടോ മോള് തുറന്നു പറയണം. അപ്പോൾ ഉറപ്പായും അതിനൊരു സൊല്യൂഷൻ കിട്ടും. ഇപ്പം മോക്ക് മനസ്സിലായോ? And what are you thinking? It's fine. Please have it. Sorry, Ann. Ann, let's go to the room, please. Hey. സർ പ്ലീസ്. സർ
സാർ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. സർ ഡോണ്ട് എക്സ്പ്ലോയിറ്റ് മൈ സിറ്റുവേഷൻ. അല്ല ആൻ, ഐ ഹാവ് എ വിഷ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. ആരും അറിയില്ല. നോക്കുവാൻ ഇന്ന് മാത്രം. ആരെങ്കിലും അറിഞ്ഞിട്ടാണോ സർ നമ്മൾ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നത്? എനിക്ക് എന്നെ അറിയില്ലേ? കമോൺ ആൻ, ഇന്നൊരു രാത്രിയോടോ, ഇന്നൊരു രാത്രി മാത്രം. ഈ ഒരൊറ്റ ഒരു രാത്രി. പിന്നെ ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കില്ല. പ്ലീസ്. സാർ ഇപ്പൊ എന്നെ ചെയ്യാൻ ശ്രമിച്ച ഐ വിൽ അറ്റാക്ക് സർ. ഈ ചെടിച്ചട്ടി കൊണ്ട് സാറിന്റെ തല അടിച്ച് ഞാൻ പൊട്ടിക്കും. നാളെ അത് പുറത്തറിയുമ്പോൾ നാണം കെടാൻ പോകുന്നത് സാറ് തന്നെ ആയിരിക്കും. എൻ്റെ പണി പോവുമായിരിക്കും. പക്ഷേ സാർ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാൾ നാളെ എനിക്ക് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും. ഒരുപക്ഷെ അത് വൈറലാവാം. സാറിൻ്റെ വൈഫ് അതറിയും, മക്കളറിയും. യുവർ ഫാമിലി വിൽ ബി ഡിസ്ട്രോയ്ഡ്. അത് വേണോ സാർ? നല്ല സുഹൃത്തുക്കളായി നമ്മൾ പിരിയുവാണേ സാറിന് പഴയ പോലെ തന്നെ അടിച്ചു പൊളിച്ച് നടക്കാം. കൂടെ വരാൻ താല്പര്യമുള്ള ഗേൾസുമായി സാറിന് ഇവിടെ വരാം, എൻജോയ് ചെയ്യാം. എന്ത് വേണമെന്ന് സാറിന് തീരുമാനിക്കാം. മൈ ബോഡി ഈസ് സേക്രഡ് ടു മീ. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കല്ലേ എനിക്കത് കൊടുക്കാൻ പറ്റൂ. സാറ് പറ. സാറ് പേടിക്കണ്ട, ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. അല്ലെങ്കിലും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയാ, മോശം കാര്യങ്ങൾ ഉള്ളിൽ തന്നെ വെക്കുക. Anne, I am sorry. So far, no one was able to send the perfect solution. ഇതുവരെ ആരും എന്നോട് എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഭയങ്കര വിചിത്രമായിരിക്കുന്നതോ. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. സാർ ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സായി തന്നെ തുടരാം. എനിക്കത് പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ ആൻ, ഐ എം സോറി. മയിര് So, I don't have to do anything, right? അങ്ങനല്ല മോളൂ. ആരെങ്കിലും മോളുടെ ദേഹത്ത് അനാവശ്യമായി തൊട്ടാൽ അത് മോൾക്ക് ഉപദ്രവമായി തോന്നിയാൽ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പ്രൈവറ്റ് ബോഡി പാർട്സുകളില്ലേ, അവിടെയൊക്കെ തൊടാനോ പിടിക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ മോളെ പറ്റുന്നത്രയും ശക്തിയിൽ പ്രതികരിക്കണം. പക്ഷെ മോള് ക്ഷമിച്ചാൽ ഒരു കാര്യം അവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ ക്ഷമ കാണിക്കണം. എന്നിട്ട് അമ്മയോടോ ടീച്ചറിനോടോ മോള് തുറന്നു പറയണം. അപ്പോൾ ഉറപ്പായും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ഇപ്പം മോൾക്ക് മനസ്സിലായോ? Amma, the one who has given me the strength and light to move forward, undeterred in the unexpected crisis throughout my life journey. You are the source of my personal growth, strength, and beauty. ആധിയുണ്ടതാശയുണ്ടി ചെങ്കടൽ കടക്കാൻ കാടുത
ചെമ്പരത്തിയല്ല കാട്ടു ചെമ്പകത്തിൻ പൂവുമല്ല നാരകത്തിൻ നടുവിൽ നട്ട കുമ്പളത്തിൻ വിത്തുമല്ല പമ്പരത്തിൻ നൂല് പൊട്ടി പാഞ്ഞിടുന്നൊരുണ്ട പോലെ ദിക്കുമില്ല ദിശയുമില്ല ഒന്നിലും പ്രതീക്ഷയില്ല കുരച്ച